أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ما كان محمد أبا أحد من رجالكم ولكن رسول الله وخاتم النبيين وكان الله بكل شيء عليما اللهم صل على محمد وعلى آل محمد وبارك وسلم إنك حميد مجيد. സ്നേഹവും ബഹുമാനവുമുള്ള സഹോദര സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഹ്മദിയ മുസ്ലിം ജമാഅത്തിനെതിരിൽ പണ്ഡിതനായ സലഫി റഫീഖ് ഉന്നയിച്ച ചില ദുരാരോപണങ്ങൾക്ക് മറുപടി നൽകുകയാണ് എൻ്റെ ഈ പ്രഭാഷണത്തിൻ്റെ ഉദ്ദേശ്യം. റഫീഖ് സലഫി എന്ന പണ്ഡിതം മന്യൻ അഹ്മദിയ വിശ്വാസ ആദർശങ്ങളെയും അഹ്മദിയ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകരെയും വിമർശിക്കുന്നതിന് അനുഗമിച്ച നയം പ്രവാചക ശത്രുക്കളുടെയും സത്യനിഷേധികളുടെയും ചര്യയായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ലോകത്ത് സത്യപ്രവാചകന്മാർക്കെല്ലാം തന്നെ ശത്രുക്കളും എതിരാളികളും ഉണ്ടായിരുന്നു. സത്യപ്രവാചകന്മാരെയാണ് ആ കാലഘട്ടത്തിലെ സത്യനിഷേധികൾ എതിർത്ത് വന്നിട്ടുള്ളത്. എന്നാൽ കള്ളപ്രവാചകന്മാരെ ആരും എതിർക്കാറില്ല.
ഹദരത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അദ്ദേഹത്തിൻ്റെ എതിരാളികൾ, സത്യനിഷേധികൾ എല്ലാ തലത്തിലും അവരാൽ കഴിയുന്ന എല്ലാ ദുഃഖങ്ങളും കഷ്ടങ്ങളും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നൽകാൻ അവർ ശ്രമിച്ചിരുന്നു. 1,24,000 അമ്പിയാക്കൾക്കും നൽകപ്പെട്ട എല്ലാ കഷ്ടങ്ങളും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒറ്റയ്ക്ക് നൽകുവാൻ അവർ ശ്രമിച്ചു വന്നു. അതേസമയം ആ കാലഘട്ടത്തിൽ തന്നെ കള്ളപ്രവാചകനായി യമാമയിൽ ഉണ്ടായിരുന്ന മുസൈലമത്തുൽ കദ്ദാബിനെതിരിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരിൽ ഉണ്ടായിരുന്ന എതിർപ്പോ അതേപോലുള്ള ശത്രുതയോ ഉണ്ടായിരുന്നില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരിൽ യുദ്ധങ്ങൾ നയിക്കുകയും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അദ്ദേഹത്തിൻ്റെ അനുയായികളെയും അവരുടെ കഴിവിൻ്റെ പരമാവധി കഷ്ടപ്പെടുത്തുകയും ചെയ്തുവെങ്കിൽ മുസൈലിമത്തുൽ കദ്ദാബിനെതിരിൽ ഖുറൈശികളോ സത്യനിഷേധികളോ എതിർത്തതായിട്ടോ അതല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരിൽ പ്രസംഗിച്ചതായിട്ടോ യാതൊരു വിധത്തിലുള്ള ചരിത്രവും നാം കാണുന്നില്ല. ഇത് ഒരു ഭാഗത്ത് നടക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതേപോലെ തന്നെ ഒരു സത്യപ്രവാചകനും ഒരു കള്ളപ്രവാചകനെതിരിൽ പ്രസംഗിച്ചതായിട്ടും നാളിതുവരെയുള്ള മതചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധ്യമല്ല. അതേസമയത്ത് എല്ലാ സത്യപ്രവാചകന്മാർക്കെതിരിലും സത്യനിഷേധികൾ പ്രസംഗിക്കുകയും എഴുതുകയും അവരാൽ കഴിയുന്ന എല്ലാവിധത്തിലുള്ള എതിർപ്പുകളും പ്രകടിപ്പിക്കുകയും ചെയ്തതായിട്ട് നാം കാണുന്നു. വളരെ വിനീതമായി എനിക്ക് ചോദിക്കാനുള്ളത്, റഫീഖ് സലഫി ഇവിടെ ആരുടെ സുന്നത്താണ് എടുക്കുന്നത് എന്നതാണ്. സത്യനിഷേധികളുടെ സുന്നത്താണ് അദ്ദേഹം എടുത്തിട്ടുള്ളത് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഖുർആൻ പറയുന്നു, വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവൻ മിനൽ മുജ്രിമീന വകഫാ ബിറബ്ബിക ഹാദിയം വനസീറ, സൂറത്തുൽ ഫുർഖാൻ. ഇതേ പ്രകാരം ഓരോ നബിമാർക്കും നാം ശത്രുക്കളെ ആക്കിയിരുന്നു, മിനൽ മുജ്രിമീന കുറ്റവാളികളിൽ നിന്ന്, വകഫാ ബിറബ്ബിക ഹാദിയം വനസീറ, ഹിദായത്ത് നൽകുന്നതിനും സഹായിക്കുന്നതിനും നിന്റെ റബ്ബ് നിനക്ക് മതിയായവനാണ്. അപ്പോൾ എല്ലാ നബിമാർക്കും ശത്രുക്കൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അതേസമയം കള്ളപ്രവാചകന്മാർക്കെതിരിൽ സത്യപ്രവാചകന്മാർക്കെതിരിൽ അണിനിരന്നതുപോലെ ശത്രുക്കൾ അണിനിരന്നില്ല എന്നുള്ളതും ഒരു വാസ്തവമാണ്. ഇനി റഫീഖ് സലഫി സത്യനിഷേധികളുടെ ചര്യകളാണ് അനുഗമിച്ചിട്ടുള്ളത് തൻ്റെ വിമർശനത്തിനും തൻ്റെ പ്രസംഗത്തിൽ ഉടനീളവും എന്നുള്ളത് കൂടി നമുക്ക് കാണാൻ സാധിക്കുന്നു. സത്യനിഷേധികളുടെ ഒരു സ്വഭാവം ഖുർആനിൽ പറയുന്നു, അവർ സത്യത്തെയും അസത്യത്തെയും കൂട്ടിക്കലർത്തി സത്യത്തെ മറച്ചുവെക്കാൻ ശ്രമിക്കുന്നുവെന്ന്. സൂറത്തുൽ ബഖറയിൽ വരുന്നു, വലാ തൽബിസുൽ ഹഖ്ഖ ബിൽ ബാത്തിലി വതക്തുമുൽ ഹഖ്ഖ വഅൻതും തഅലമൂൻ. നിങ്ങൾ അസത്യത്തെയും സത്യത്തെയും കൂട്ടിക്കലർത്തി അറിഞ്ഞുകൊണ്ട് സത്യത്തെ മറച്ചു വെക്കരുത് എന്ന്. ജൂതരും ക്രിസ്ത്യാനികളും ചെയ്തിരുന്ന കുജൈദിയെക്കുറിച്ചാണ് ഈ സൂക്തത്തിൽ പരാമർശിച്ചിട്ടുള്ളത് എന്നത് എല്ലാവർക്കും അറിയാം. തൻ്റെ ഉമ്മത്തിലും ജൂതരെയും ക്രിസ്ത്യാനികളെയും അനുഗമിക്കുന്ന ആളുകൾ വരുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നാം ഹദീസിൽ വായിക്കുന്നു. അപ്പോൾ വാസ്തവത്തിൽ ജൂത ക്രൈസ്തവരുടെ ചര്യകളെയാണ് ഇവിടെ ഇദ്ദേഹം പിൻപറ്റിയിട്ടുള്ളത് എന്നതിൽ യാതൊരു സന്ദേഹവുമില്ല. ഉദാഹരണമായി അദ്ദേഹം ഒരു സത്യം വേറൊരു അസത്യം രണ്ടും കൂടി കൂട്ടിക്കലർത്തി എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. പറയുകയാണ്, മുഹമ്മദ് നബിക്ക് ശേഷം ഇനി ഒരു തരത്തിലുള്ള പ്രവാചകനും വരാനില്ല. ഈസബിന് മറിയമുണ്ട്, ഈസബിന് മറിയമിൻ്റെ വിഷയം വേറെയാണ്. മുഹമ്മദ് നബിക്ക് ശേഷം ഒരു തരത്തിലുള്ള പ്രവാചകനും വരാനില്ല എന്നുള്ളത് കളവാണ് എന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം. കാരണം ഈസബിന് മറിയമുണ്ട്, ഈസബിന് മറിയമിൻ്റെ വിഷയം വേറെയാണ് എന്ന് അദ്ദേഹം എടുത്തു പറയുന്നത് കൊണ്ട് തന്നെ. ഈസബിന് മറിയം പ്രവാചകനാണ്, പക്ഷെ അത് വിഷയം വേറെയാണ് എന്നതാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു വാദം. ഒരു പ്രവാചകനുമില്ലെങ്കിൽ ഈസാ നബിയും ഇല്ല എന്ന് പറയണം,
പക്ഷേ ഈസാ നബി ഉണ്ട്, ഒരു പ്രവാചകനുമില്ല എന്ന് രണ്ടും, ഒരു അസത്യവും ഒരു സത്യവും കൂട്ടിക്കലർത്തി കാലഘട്ടത്തിൻ്റെ സമുദ്ധാരണാർത്ഥം സത്യവും അസത്യവും കൂട്ടിക്കലർത്തി ഈ കാലഘട്ടത്തിൽ നിയോഗിതനായ ദൈവനിയോഗിതനെ എതിർക്കണം, അദ്ദേഹം കൊണ്ടുവന്ന സത്യത്തെ നിഷേധിക്കണം, അദ്ദേഹത്തിൻ്റെ സത്യത്തെ മറച്ചു വെക്കണം എന്ന ലക്ഷ്യമാണ് ഈ സത്യവും അസത്യവും കൂട്ടിക്കലർത്തി പ്രസ്താവിക്കാനുണ്ടാകുന്ന കാരണം. ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ശേഷം ഒരു വിധത്തിലുള്ള നുബുവത്തുമില്ല എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഖുർആനിലെ ചില ആയത്തുകൾ ദുർവ്യാഖ്യാനിക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട്. അതേപോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങളെയും വളച്ചൊടിക്കുവാനും യഥാസ്ഥലത്ത് നിന്ന് അടർത്തി എടുത്ത് മറ്റ് സ്ഥലങ്ങളിൽ പ്രതിഷ്ഠിക്കുവാനും അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ വിവരണങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ഈസ ഇബ്നു മറിയം വരുമ്പോൾ അദ്ദേഹം പ്രവാചകനായിരിക്കും എന്ന് അദ്ദേഹത്തിന് അറിയാം. എന്നാൽ അതേസമയം ലാ നബിയ ബാദി എന്ന് പ്രയുക്തമായിട്ടുള്ള പല ഹദീസുകളും അതും അദ്ദേഹം എടുത്തു വെക്കുകയും ചെയ്യുന്നു. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഉമ്മത്തിൽ പ്രവാചകനായി മസീഹ് ഇബ്നു മറിയം ഇറങ്ങുമെന്ന് 4 പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞ ഒരു ഹദീസ് സഹീ മുസ്ലിമിൽ കിതാബുൽ ഫിത്നിൽ ബാബു ദിക്റു ദജ്ജാലിൽ നാം വായിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ വരുന്ന ഈസ ഇബ്നു മറിയം പ്രവാചകനായിരിക്കും. അപ്പോൾ ഒരു തരത്തിലുള്ള പ്രവാചകനുമില്ല എന്ന വാദം അടിസ്ഥാനരഹിതമാണ് എന്ന് സുവ്യക്തമാണ്. മുജാഹിദുകളുടെ അനിഷേധ്യ നേതാവായ നവാബ് സിദ്ദീഖ് ഹസൻ ഖാൻ സാഹിബ് ഭോപ്പാലവി തൻ്റെ ഹുജജുൽ കിറാമയിൽ സുയൂത്തി ഇമാമിനെ ഉദ്ധരിച്ചുകൊണ്ട് എഴുതുന്നു, മൻ ഖാല ബി സൽബി നുബുവത്തിഹി ഫഖദ് കഫറ ഹഖൻ കമാ സറഹ ബിഹി സുയൂത്തിയു. ഈസ ഇബ്നു മറിയം വരുമ്പോൾ അദ്ദേഹം പ്രവാചകനല്ലാതെയാണ് വരിക എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിന് നുബുവത്ത് ഉണ്ടാവുകയില്ല എന്ന് ആരെങ്കിലും വാദിച്ചാൽ ഫഖദ് കഫറ ഹഖ, അവൻ ഹക്കായ കാഫിറായിരിക്കുന്നു. സുയൂത്തി ഇമാം പറഞ്ഞതുപോലെ എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തുന്നു. അപ്പോൾ ഈസാ നബി അലൈഹി ഇസ്ലാം പ്രവാചകനായിട്ട് തന്നെയാണ് വരിക. അതേസമയം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല ഹദീസുകളും ലാ നബിയ ബാദി എന്നുകൂടെ നാം കാണുന്നു. ഇത് രണ്ടും എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് സലഫിക്ക് അറിയാം. സത്യവും അസത്യവും കൂട്ടിക്കലർത്തുന്ന അദ്ദേഹത്തിൻ്റെ സ്വഭാവം കാരണം ആ ഹദീസിൻ്റെ നിജസ്ഥിതിയിലേക്ക് കടക്കുവാൻ അദ്ദേഹം ശ്രമിക്കുന്നില്ല. നമുക്കതൊന്ന് പരിശോധിക്കാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ നബിയ ബാദി എന്ന് പറഞ്ഞിരിക്കുന്നു, എനിക്ക് ശേഷം പ്രവാചകനില്ല. പല സന്ദർഭങ്ങളിലാണ് പറഞ്ഞതെങ്കിലും അങ്ങനെ ഒരു വചനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഉമ്മത്തിൽ ഒരു പ്രവാചകൻ വരുമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രവാചകൻ വരുമെന്ന് പറയുന്ന അതേ പ്രവാചകൻ നബി ഇല്ല എന്നും പറയുമ്പോൾ സലഫി പറഞ്ഞൊരു മാനദണ്ഡം യുഫസ്സിറു ബാലുഹു ബാലൻ, ഹദീസിൻ്റെ ഒരു ഭാഗം മറ്റ് ഹദീസുകൾ കൊണ്ട് ഹദീസുകൾക്ക് വിശദീകരണങ്ങൾ നൽകേണ്ടതുണ്ട്. ഒരു ഹദീസ് മറ്റൊരു ഹദീസിനെ വിശദീകരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തമാണിത്. അതനുസരിച്ച് ഈ 2 ഹദീസുകളെയും മറ്റൊരു ഹദീസ് വെച്ച് നമുക്കെങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ള കാര്യമാണ് പരിശോധിക്കാനുള്ളത്.